ഹലോ, വെൽക്കം ടു മാക്സിയോൺ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നാലാമത്തെ മൊഡ്യൂൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ടുള്ള സിലബസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാലാമത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് വരുന്നത് റിയൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ റിയൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഈസ് നോൺ ഡെന്യൂമറബിൾ സെറ്റ്? നോൺ ഡെന്യൂമറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്യൂമറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റ് ആണ്. അപ്പോൾ ഡെന്യൂമറബിൾ എന്ന് പറയുന്നത് വിച്ച് ഈസ് നത്തിങ് ബട്ട് കൗണ്ടബിൾ ആണ്. അപ്പോൾ നോൺ ഡെന്യൂമറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗണ്ടബിൾ അല്ലാത്ത സെറ്റാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് അൺകൗണ്ടബിൾ സെറ്റ്സ് ഏതാണ്? ഈ തന്നിട്ടുള്ളതിൽ അൺകൗണ്ടബിൾ സെറ്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗണ്ടബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അതും കൗണ്ടബിൾ ആണ്, നമുക്കത് ഒഴിവാക്കാം. ആൻഡ് സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ് അതെന്താണ്? അൺകൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന ബേസിക് സെറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു 1 പ്ലസ് 2^1/2 പ്ലസ് 3^1/3 പ്ലസ് എക്സെട്ര n റേസ് ടു 1/n. അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കോഷീസ് തിയറം ആണ്. അതായത് കോഷീസ് തിയറം പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് L ആവുകയും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? അതും L ആണ്. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an L ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an എന്ന് പറയുന്നത് എന്തായിരിക്കും? L തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മുടെ nth ടേം ആയിട്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ an എന്ന് പറയുന്നത് n റേസ് ടു 1/n ആയിട്ട് എടുക്കാം അല്ലേ? അതായത് a1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആണ്. a2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2^1/2 ആണ്. a3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3^1/3 ആണ്. ഇങ്ങനെയാണ് നമുക്ക് പോകുന്നുണ്ടാവുക. അപ്പം an ആയിട്ട് നമുക്ക് എന്തെടുക്കാം? n റേസ് ടു 1/n എടുക്കാം. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1/n ആയിരിക്കും. n റേസ് ടു 1/n ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്തായിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക? 1 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതേ വാല്യൂയിലോട്ടായിരിക്കും എന്ത് പോകുന്നുണ്ടാവുക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു നമുക്ക് എന്ത് പോവുക? 1 പ്ലസ് 2^1/2 പ്ലസ് 3^1/3 പ്ലസ് എക്സെട്ര പ്ലസ് n റേസ് ടു 1/n പോകുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സീരീസ് തന്നിരിക്കുന്ന ഈ ഒരു സീരീസ് നമുക്ക് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ ഇനി അതല്ലെങ്കിൽ ഓസിലേറ്ററി ആയിട്ടുള്ള സീരീസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു സീരീസിൻ്റെ ജനറൽ ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ 1/1 ഇൻറ്റു 2 പ്ലസ് 1/2 ഇൻറ്റു 3 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഈ ഒരു സീരീസിൻ്റെ ജനറൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈസ് റണ്ണിങ് ഫ്രം 1 ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു n+1 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 1/n ഇൻറ്റു n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 1/n ഇൻറ്റു n+1 എന്ന് പറയുന്നത് എന്തിനേക്കാളും ചെറുതായിരിക്കും? 1/n² ചെറുതായിരിക്കും അല്ലേ? കാരണം 1/n എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/n ഈക്വൽ ആയിരിക്കും. അപ്പോൾ 1/n ഇൻറ്റു n+1 എടുത്തു കഴിഞ്ഞാൽ താഴെ നമുക്ക് n ഇൻറ്റു n+1 ആയിരിക്കും വലുത്. അപ്പോൾ 1/n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ n ഇൻറ്റു n+1 ആണ് എന്തിനേക്കാളും വലുതായിട്ട് വരിക? n²നേക്കാളും വലുതായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/n ഇൻറ്റു n+1 എന്തിനേക്കാളും ചെറുതായിരിക്കും? 1/n²നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ 1/n² എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സമ്മേഷൻ 1/n² എന്ന് പറയുന്നത് ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസ് ആണ്. അപ്പോൾ കൺവേർജൻ്റ് സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? 1/n ഇൻറ്റു n+1 എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. കാരണം നമുക്ക് അവിടെ സീരീസ് ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്താൽ മതി. അതായത് an-ഉം bn-ഉം പോസിറ്റീവ് ആയിട്ടുള്ള സീരീസുകളാണെങ്കിൽ an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ആവുകയും bn കൺവേർജസും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? an കൺവേർജസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/n² കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസ് ആയതുകൊണ്ട് 1/n ഇൻറ്റു n+1 എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും.
അപ്പോൾ 1/n × n+1 കൺവേർജൻ്റ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് റെയ്മാൻ ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. റെയ്മാൻ ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് തന്നിട്ടുണ്ട്? എക്സ് 1/4 ആകുന്ന സമയത്ത് 1/2 ആണ്, 1/2 ആകുന്ന സമയത്ത് 1/4 ആണ്. ബാക്കി എല്ലായിടത്തും, അതായത് 0 1 ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റെയ്മാൻ ഇൻ്റഗ്രബിൾ ആണോ? അതിന് ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്? ഇനി റെയ്മാൻ ഇൻ്റഗ്രബിൾ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു എഫ് ഓഫ് എക്സ് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1/2ലും 1/4ലും ഒഴികെ ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതായത് 1/2ലും 1/4ലും കണ്ടിന്യൂസ് അല്ല, ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഇനി കണ്ടിന്യൂസ് അല്ലെങ്കിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആവും. കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ് ഉള്ളതെങ്കിൽ, അതായത് ഒരു ഫംഗ്ഷന് നമുക്ക് കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ് ഉള്ളതെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് അല്ല. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. കണ്ടിന്യൂസ് ആണെങ്കിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണെങ്കിൽ, ഇനി കണ്ടിന്യൂസ് അല്ലെങ്കിൽ കൂടെ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണെങ്കിൽ നമുക്ക് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റീസ് വരുന്നത് 2 പോയിന്റ്സിലാണ്. അത് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ആണ്. കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിന്റ്സിലാണ് ഡിസ്കണ്ടിന്യൂറ്റീസ് നമുക്ക് വരുന്നത്. 1/2ലും 1/4ലും. ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും? റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പായി. ഇനി ആ റീമാൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സിൽ, അതായത് കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിന്റ്സിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ പോയിന്റ്സ് നമ്മൾ അങ്ങ് മാറ്റി നിർത്തുക. ബാക്കിയുള്ള പോയിന്റിൽ നമ്മൾ ഇൻ്റഗ്രൽ നമ്മൾ നോക്കുക. അതായത് ഇൻ്റഗ്രൽ എ ടു ബി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ എവിടെയാണ് കണ്ടിന്യൂസ്? ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1, അതായത് നമുക്ക് വരുന്ന ഇൻ്റർവെൽ എന്താണ്? 0 to 1 ആണ്. 0 to 1 നമുക്ക് കൗണ്ടബിൾ ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് ഉള്ള പോയിന്റ്സ് നമ്മൾ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ ഈ 1/2ഉം 1/4ഉം നമ്മൾ ഒഴിവാക്കി. ബാക്കി നമുക്ക് വരുന്ന ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ 0 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആവുകയും ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? 0 എന്ന് കിട്ടുന്നുണ്ടാവും. സോ ഓപ്ഷൻ സി നമുക്ക് റൈറ്റ് ആൻസർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റിയൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടും സീക്വൻസിലെയും സീരീസിലെയും അതേപോലെ തന്നെ നമുക്ക് കൗണ്ടബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.